ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. അപ്പോൾ ചെറിയൊരു ഹെയർ ട്രാൻസിഷൻ ആയാലോ? ട്രാൻസിഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും കുറേ നാളായി റൂട്ടൊക്കെ ചെയ്തിട്ട് ഒരു സ്പായൊക്കെ എടുത്തിട്ടൊക്കെ ഒരുമാതിരി ശിവൻ്റെ മുടി പോലത്തെ ഒരു അവസ്ഥയിലോട്ട് എൻ്റെ ഹെയർ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നാച്ചുറൽ ഹെയർ വളരുമ്പോൾ ഈ ഒരു പ്രശ്നം നേരിടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് ഞാൻ പോവാതിരുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അവർ ഹെയർ വാഷൊക്കെ ചെയ്തു, റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. ഇങ്ങനെ മുട്ട ശിവ കെട്ട ശിവ എന്നുള്ളൊരവസ്ഥയിൽ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടുത്തെ ലൈക്ക് എന്താ പറയുക, സ്റ്റാഫ്സൊക്കെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര പൊളൈറ്റായിട്ടൊക്കെയാണ് എന്നോട് ബിഹേവ് ചെയ്തത്. കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ കുറേ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ പോയിട്ടില്ലാത്തവർ ഒന്ന് പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഇരുന്ന് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി, വീഡിയോ എടുപ്പും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഫസ്റ്റ് ക്രീം അപ്ലൈയും കഴിഞ്ഞു, ഹെയർ വാഷ്, പിന്നെ അവർ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തു, മറ്റേ അയണറൊക്കെ വെച്ച് പിടിച്ച് സ്മൂത്തൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന്. കാരണം ഹെയർ എല്ലാം ഒരേ ലെങ്ത്തിൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സ് വെട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ഷോർട്ട് ആക്കാമെന്ന് വിചാരിച്ചു ഹെയർ. അപ്പം അവിടെയുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു ഹെയർ കട്ട് ചെയ്യരുത്, ലോങ് ഹെയർ കൊള്ളാൻ ഭംഗിയുണ്ട്, ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചു ഓക്കെ ശരിയെന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ മാത്രം കുറച്ച് പപ്പും പൊടിയും മുറിച്ചിടാമെന്ന് വിചാരിച്ചു. അതും ഒരുപാട് ലെങ്ത്ത് കുറയ്ക്കാതെ വെട്ടാൻ പറഞ്ഞിട്ട് പുള്ളി അങ്ങനെയാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പം റിഗ്രറ്റ് ചെയ്യുന്നു, കുറച്ചും കൂടെ ഷോർട്ടായിട്ട് കട്ട് ചെയ്യാനുള്ളതായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. എന്നിരുന്നാലും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത്രയും അന്ന് ചെയ്യാനുള്ളൊരു മനസാക്ഷി എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഹെയർ ലെങ്ത്ത് വെക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കട്ട് ചെയ്ത് കളയാൻ ഭയങ്കര എളുപ്പമാണ്. വീണ്ടും അത്രയും വളർത്തിയെടുക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹെയർ കട്ട് സെക്ഷൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫൺ സെക്ഷൻ ആയിരുന്നു. ഞാനിങ്ങനെ പുള്ളി ഇങ്ങനെ ഇത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണ്ട അത്രയും കട്ട് ചെയ്യേണ്ട, കുറച്ചേ കട്ട് ചെയ്യാവൂ, ഒരു തുമ്പ് മാത്രമേ ശകലേ മുറിക്കാവൂ, എന്നാൽ എനിക്ക് ബാങ്ക്സ് വേണമെന്നാണ്. അങ്ങനെ ഫുൾ ഒരു ഫൺ സെക്ഷൻ ആയിരുന്നു ഈ പറയുന്ന ഹെയർ കട്ടിങ് സെക്ഷൻ. ലൈക്ക് അവർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആഫ്റ്റർ ബിഫോർ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ ഏകദേശം നൈറ്റ് 7 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ശരിയല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊന്നും പോസിബിൾ അല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫോണിൽ തന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തങ്ങ് എന്താ പറയുക, അങ്ങ് സംതൃപ്തിയാണഞ്ഞു. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് സ്റ്റോറിയൊക്കെ ഇട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. ആ ഒരു പ്രകസനത്തിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാടുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവരും ഒരു സോഷ്യൽ മീഡിയ ജീവികളായിരിക്കുമല്ലോ. ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾ തന്നെയാണ് ഞാൻ. അങ്ങനെ എൻ്റെ മണ്ടയിൽ 2 സ്ലൈഡൊക്കെ കുത്തി വെച്ച് തന്നിട്ട് കുറേ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് പോയിട്ട് പിന്നെ ഡ്രയറൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഹെയർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അടിപൊളി ലുക്കായിരുന്നു. ഡെയിലി അങ്ങനെ തന്നെ ഹെയർ കിടന്നിരുന്നെങ്കിലെന്നൊക്കെ ഞാനങ്ങ് ആഗ്രഹിച്ചു പോയി. നമ്മൾ എത്രയൊക്കെയെന്ന് പറഞ്ഞാൽ സലൂണിൽ പോയിട്ട് അവർ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഹെയർ വാഷൊക്കെ ചെയ്ത് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് ആ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കിടക്കൊന്നും ഉറങ്ങിയിട്ട് എണീറ്റാൽ പോകുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും തീരാവുന്നതേ ഉള്ളൂ ആ ഒരു എന്താ പറയുക പ്രകസനമൊക്കെ. അങ്ങനെ ഹെയർ ഡ്രയറൊക്കെ വെച്ച് മറ്റേ ആ ഒരു കേളർ കോംബോ എന്തോ അതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ആ സംഭവമൊക്കെ വെച്ച് ഇങ്ങനെ ചുരുട്ടിയും മടക്കി നീട്ടിയൊക്കെ അവർ നോക്കി. പക്ഷേ എൻ്റെ മുടി ഇങ്ങനെ കോല് കണക്കിനെ കിടക്കത്തുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെപ്പോലെ തന്നെയാണ്, അനുസരണയില്ലാത്ത മുടിയാണ്. നേരെ പോകുന്നുള്ളൊരു എന്താ പറയുക കാഴ്ചപ്പാടുള്ള ഒരു ഹെയറാണ് ആഫ്റ്റർ സ്മൂത്തനിങ്. ഇതിന് മുന്നേ ഫുള്ള് വളഞ്ഞ വഴിയായിരുന്നു. കാരണം ഫുൾ കേളി ഹെയർ ആയിരുന്നു എൻ്റെ. കേളി എന്ന് പറയാൻ പറ്റില്ല, ഒരു വേവി ഹെയർ ആയിരുന്നു. പിന്നെ ഞാൻ മറ്റേ എന്താ അരാട്ട എന്ന് പറയുന്ന ഏതോ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് കേളി ചെയ്ത് ബൗൺസി കേൾസൊക്കെ ആക്കി ഇട്ടോണ്ട് നടക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് കൊണ്ടുപോയിട്ട് എന്നെ ഹെയർ സ്മൂത്തനിങ് ചെയ്ത് ഹെയർ കട്ടൊക്കെ ചെയ്ത് എൻ്റെ ലോങ് ഹെയർ ഷോർട്ടാക്കി. പിന്നെ അങ്ങനെ ഒരു 3 വർഷം ഞാൻ ഷോർട്ട് ഹെയറിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഒന്ന് വളർത്തി നോക്കാമെന്ന് പറഞ്ഞിട്ട് ലോങ് ഹെയർ ട്രൈ ചെയ്തിട്ട് ഇപ്പം ഞാൻ ഫുൾ ലോങ് ഹെയറിലോട്ട് എത്തി. ഇപ്പം എനിക്ക് ഏറെക്കുറെ ഹിപ്പ് പോർഷൻ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ വരെ എനിക്ക് ഹെയർ ലെങ്ത് ഉണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഐ ലവ് ദാറ്റ് ഹെയർ. ഇനി എനിക്ക് മുട്ടോളം മുടി വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം എത്രത്തോളം സഫലമാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടോ മടക്കോ എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ പിടിച്ചിട്ടും വളച്ചിട്ടും ഒന്നും അതൊന്നും വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിയെ കൊണ്ട് പറ്റുന്ന മാക്സിമം പുള്ളി ട്രൈ ചെയ്തു. ചുരുട്ടിയും മടക്കിയും നീട്ടിയും കുറുക്കിയൊക്കെ നോക്കി. അങ്ങനെ ഒടുക്കം
എന്താണ്ടൊക്കെ ചെയ്ത് എൻ്റെ മുടി സെറ്റ് ചെയ്തിട്ട് തന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ നിങ്ങൾ റെഡിയാണോ ഗൈസ്? റെഡിയാണോ? പറയൂ. റെഡി ആണെങ്കിൽ വരൂ, നമുക്ക് ആ ഫൈനൽ ലുക്ക് കാണാം. ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്കിനൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. സോ ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറയണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് ഞാൻ ഷോർട്ട് ഹെയർ ആക്കണോ അതോ ലോങ് ഹെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. ആൻഡ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അതിൻ്റെ കമൻറ്റ്സ് നിങ്ങൾ പറയണം. ഫുൾ കമൻറ്റ് സെക്ഷനാണ്, കാരണം അല്ലാതെ നമുക്കിപ്പോൾ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അത് തന്നെ. അപ്പോൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കമൻറ്റിനുള്ള റിപ്ലൈസൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ അടുത്ത വെറുപ്പിക്കൽ വീഡിയോസൊക്കെ വരുന്നത് വരേക്കും നിങ്ങൾ കീപ്പ് ഇൻ ടച്ചിലിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് തിരക്കിലായി പോകുന്നതുകൊണ്ടാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റാത്തത്. എനിവേ പുതിയ കണ്ടൻസുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നിങ്ങളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് തുടർന്നും തന്നുകൊണ്ടിരിക്കുക. ഐ ലവ് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്, ലവ് ആൻഡ് എന്താ പറയുക, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും ഡ്രസ്സും ഫോണിൻ്റെ കേസും ഒക്കെ മാച്ചിങ് ആയിരുന്നു. എനിക്ക് ആ ഫ്രണ്ട് ഹെയർ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുന്നത് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ലുക്കായിരുന്നു എനിക്കന്ന്. എന്നിട്ട് ഞാനിങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ കനകക്കുന്നിലൊക്കെ പോയി 2 റൗണ്ടൊക്കെ അടിച്ച് 2 മഴച്ചാറ്റിലൊക്കെ നനഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം അങ്ങ് ശരിയായി. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു ഹെയർ ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മീ രേവതി സൈനിങ് ഓഫ് ഫ്രം ടോക്സ് ഓൺ വോക്സ് ബൈ രേവതി. ബൈ ഗൈസ്, ടേക്ക് കെയർ, ലവ് യു. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. സപ്പോർട്ട് അത് തരണം, വേണം.